ഒന്നും പറയാനില്ല. കട്ട് ലൈൻ കട്ട്. ഇപ്പോൾ ഒരു നല്ല പണി കിട്ടി. ആളെ പേര് പറയുന്നില്ല. ഹേ, വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് മെയ്ഡ് ഇൻ ടെക്കോറിസ്. നമ്മുടെ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത് നുസ്രത്ത് ആണ്. അപ്പോൾ നുസ്രത്ത് ആരാ എന്താന്നൊക്കെ നുസ്രത്ത് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഹായ് ഗായ്സ്, സോ ഐ ആം നുസ്രത്ത് സെയ്ദ്. സോ എൻ്റെ നേറ്റീവ് കാസർഗോഡാണ്. പക്ഷേ ഇപ്പോൾ ഒരു 2.5 years ആയിട്ട് ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് ആസ് എ സോഷ്യൽ മീഡിയ മാനേജർ. ഞാൻ ടെക്കോറിസിലെ 3rd ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ഇപ്പോൾ നമുക്ക് എത്രാമത്തെ ബാച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഓൾമോസ്റ്റ് 30 ആവറായി. ഓൾമോസ്റ്റ് 30. അപ്പോൾ അധികം ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് പോവാം. ടെക്കോറിസിന് മുൻപും ശേഷമുള്ള ലൈഫ് എന്ന് പറയും. ബിഫോർ ടെക്കോറിസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി ആയിരുന്നു, ലൈക്ക് ഫീൽഡായിരുന്നു ഞാൻ പഠിച്ചതൊക്കെ. സോ ഞാൻ ഏവിയേഷനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്. സോ അതിനുശേഷം ഐ വാസ് വർക്കിംഗ് ഇൻ ദുബായ് ഫോർ ലൈക്ക് എ ബ്രീഫ് പീരീഡ്. സോ ആ ടൈമിൽ ലൈക്ക് വി ഓൾ ഹാവ് ദാറ്റ് മൊമെൻറ്റ്, റൈറ്റ്, ഓക്കെ ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വാണ്ട് എന്നുള്ളൊരു മൊമെൻറ്റ് ഉണ്ടാവില്ല, ഒരു റിയലൈസേഷൻ. ആ ടൈമിലാണ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം, ലൈക്ക് ഐ വോണ്ട് ടു ലേൺ അബൌട്ട് എന്നുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നത്. സോ ആ ടൈമിൽ ഫോർ സം റീസൺ ഐ ന്യൂ ഐ വോണ്ട് ടു കം ടു കാലിക്കട്ട് സ്പെസിഫിക്കലി. സോ ഞാൻ ഒന്നുമില്ല, ജസ്റ്റ് ഗൂഗിളിൽ പോയി ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി ഇൻ കാലിക്കറ്റ് അടിച്ചു കൊടുത്തു. സ്ട്രോങ് SEO ഗൈസ്. ഫസ്റ്റ് ടോപ്പ് 3 വന്നത് ടെക്കോറിസ് ആയിരുന്നു. സോ അങ്ങനെ ഞാൻ റാൻഡംലി കോളേജ് സംസാരിച്ചു. ഇവിടുന്ന് ഇവർ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് എന്താ കാര്യം എന്നൊക്കെ. ആൻഡ് ഇറ്റ് വാസ് ഓൾ വെരി ക്വിക്ക്. ഞാൻ ആ കോളിന് ശേഷം വിത്തിൻ മേ ബി 1 week ഓർ സംതിങ് ഐ വാസ് ഇൻ കാലിക്കറ്റ്. സോ ക്വൈറ്റ് ലിറ്ററലി പറഞ്ഞാൽ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേൾഡ് ഞാൻ കാണുന്നത് ഇങ്ങോട്ട് വന്നതിന് ശേഷം ലിറ്ററലി ഫ്രം ദ ബേസിക്സ് ഞാൻ പഠിച്ചത് ടെക്കോറിസിൽ നിന്നാണ്. സോ ഫ്രം ദാറ്റ് ടു ദിസ് ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് കരിയർ ചേഞ്ച് എന്ന് തന്നെ പറയാം. സോ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ്, ചെന്നൈ മെട്രോപൊളിറ്റൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി. സോ അവിടെ ഇപ്പോൾ ഒരു 2.5 years ആയിട്ട് ഐ എം വർക്കിംഗ് ദർ ആസ് എ സോഷ്യൽ മീഡിയ മാനേജർ. ടെക്കോറിസിന് എന്ത് കിട്ടി? ടെക്കോറിസ് നല്ല പണി കിട്ടി, നല്ലൊരു ജോബ് കിട്ടി, നല്ലൊരു ജോലി കിട്ടി. അൽഹംദുലില്ലാഹ്, ഹാപ്പി അബൌട്ട് ദാറ്റ്. ടെക്കോറിസിൽ പ്രസൻറ്റേഷൻസ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഊപ്സ് മൊമെൻറ്റ്. ടെക്കോറിസിൽ എല്ലാ വീഡിയോസിലും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് മെയിൻലി എനിക്ക് എപ്പോഴും ഞാൻ തെറ്റിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അക്കാഡമീൻ്റെ പേരാണ്. ഫുൾ കോണ്ടന്റ് ഞാൻ പറഞ്ഞിട്ട് അല്ല അക്കാഡമീൻ്റെ പേരെന്തേനു ആ ഒരു ഇതായിരുന്നു. സോ യാ, ദാറ്റ് ഹാപ്പൻസ് ഓൾ ദ ടൈം. ടെക്കോറിസ് ഒരു ഫുഡ് ആയിരുന്നെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ബിരിയാണി. ബിക്കോസ് എന്താ പറയുക, ഭയങ്കര ഫണ്ണാണ് ബിരിയാണി. ആൻഡ് ഓൾസോ ലോഡ് ഓഫ് മസാലാസ്. സോ ഭയങ്കര ഹാപ്പനിങ് ആണ് ഇവിടെ. ഇപ്പോൾ നെക്സ്റ്റ് ലൈക്ക് ടുമോറോ എന്ത് നടക്കും നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ ഫൺ, ഇറ്റ്സ് ലോഡ് ഓഫ് വൈബ് ആൻഡ് ഭയങ്കര കംഫർട്ടിങ് ആണ് ബിരിയാണി. സോ സെയിം ടെക്കോറിസ് ആൻഡ് ദ പീപ്പിൾ ഇസ് ഓൾസോ വെരി മച്ച് കംഫർട്ടിങ്. സോ യാ, ബിരിയാണി. ടെക്കോറിസിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഫണ്ണിയസ്റ്റ് മൊമെൻറ്റ് പറയാൻ പറ്റും? ഓക്കെ, സോ ആക്ച്വലി എല്ലാ ഡേയും ഇവിടെ ഭയങ്കര ഫണ്ണിയാണ്. എന്തെങ്കിലും ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മണ്ടത്തരം ചെയ്തുകൊണ്ടാവും, മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. പക്ഷേ ഫണ്ണിയസ്റ്റ് ഒരു മൊമെൻറ്റ് പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് ട്രിപ്പ് പോയായിരുന്നു, സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റീസ് എവ്രിവൺ. പേരും അറിയുന്നില്ല, പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ഒരു അരിക്കള്ളൻ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് ആ ട്രിപ്പിലാണ്. ഞങ്ങളൊരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഗൂഡല്ലൂരാണ് കേട്ടോ വീട്. അപ്പോൾ അവിടെ മുളയരി എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് അരി ഉണ്ട് അത്ര, അത് ഭയങ്കര സ്പെഷ്യലാണെന്നാണ് പറയുന്നത്, പായസമൊക്കെ ഉണ്ടാക്കുന്നത്. ഐ തിങ്ക് സോ. സോ അവിടെ പോയപ്പോണ്ട് മൂപ്പര് ഇങ്ങനെ ഒരു ചാക്ക് മുള്ളേരിയായിട്ട് സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ വരുന്നു, നടന്നു പോകുന്നിങ്ങനെ. ഞങ്ങൾ ഈ മനുഷ്യൻ നമ്മളൊപ്പം വന്നല്ലേ എന്നുള്ള രീതി കണ്ടോ കൊണ്ടുപോണത് അവന്റെ തടി ഉരുക്ക്. ഞങ്ങളെന്ത് സംസാരിച്ചോണ്ടിരിക്കുക, പെട്ടെന്നുണ്ട് ഇങ്ങനെ പോകുന്ന ഒരു ക്യാമിയോ റോള്, മറ്റേ അരിയും അത് അരിച്ചാക്കും മനുഷ്യനും. പേര് പറയാൻ പറ്റില്ല. സോ ആളെ പേര് പറയുന്നില്ല, പക്ഷെ അരിക്കള്ളൻ ആർക്കെ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ടെക്കോറിസിലെ ഫേവറേറ്റ് ടീച്ചർ ആരായിരുന്നു? ഫേവറേറ്റ് ടീച്ചർ ഈസി ആൻസർ, റൈസർ ആയിരുന്നു. സോ റൈസറാണ് ഞങ്ങൾക്ക് തിയറിറ്റിക്കൽ സൈഡൊക്കെ പഠിപ്പിച്ചുകൊണ്ടായിരുന്നത്. സോ വൈ? ബിക്കോസ് ദ വേ ഹി യൂസ് ടു ടീച്ച് തിങ്സ് ഭയങ്കര സിമ്പിളായിട്ട്, ലൈക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസും ആക്ച്വൽ പീപ്പിൾ, ആക്ച്വൽ പ്രോഡക്ട്സും കമ്പനീസ് ആൻഡ് ബ്രാൻഡ്സ്, ഇങ്ങനെ നമുക്ക് റിയൽ ലൈഫായിട്ട് എക്സാമ്പിൾസ് തന്നിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വിൽ ബി വെരി ഈസി. ആൻഡ് ഓൾസോ ഞങ്ങളുടെ അപ്പാർട്ട് ഫ്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വോട്ട് എവർ, ഞങ്ങൾക്കുള്ള ഓരോ സ്കിൽസ് ആൻഡ് തിങ്സൊക്കെ ആക്ച്വലി റെക്കഗ്നൈസ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് നിന്നെ കൊണ്ട് ഇത് പറ്റും, യു ഗുഡ് അറ്റ് ദിസ് എന്ന് പറഞ്ഞ് റെക്കഗ്നൈസ് ചെയ്തത് റൈസറാണ്. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്ക. ലൈക്ക് ഫോർ മീ പേഴ്സണലി എനിക്ക് വീഡിയോ പ്രസൻറ്റിങ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും, കോൺഫിഡൻ്റ് ആയിരിക്കും എന്ന് ഐ നെവർ എക്സ്പെക്റ്റഡ്. അത് റെക്കഗ്നൈസ് ചെയ്യുന്നത്
raiser ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് വീഡിയോ വാസ് ഫോർ Techoriz. So he has that eye for people and I mean for his students, and he kind of like support us very much. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ പറ. ഭയങ്കരമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഐഡിയാസ് തരും, എൻകറേജ് ചെയ്യും. കണ്ണിലുണ്ണിയാണ് തള്ള കൊളാക്കും. കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഉണ്ടമ്പുരി. ആൻഡ് പഠിപ്പിക്കുന്നത് നല്ല നൈസ് വൈബാണ്. സോ യാ, ഹി വാസ് മൈ ഫേവറേറ്റ് ടീച്ചർ. ടെക്കോറിസിന് ശേഷമുള്ള ഈ ലൈഫ് ഒരു മൂവി ആയിരുന്നെങ്കിൽ എന്ത് പേര് കൊടുക്കും? Wow. Okay. I never thought about it. I think I need some time for this. 1 minute 37 seconds later. I would name it The Turning Point because Techoriz എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എനിക്ക് ഉണ്ടായിരുന്ന കുറേ സ്കിൽസ് ഞാൻ മനസ്സിലാക്കി ഇവിടുന്ന്, ആൻഡ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കി ഞാൻ ഇവിടുന്ന്. ബിക്കോസ് ഐ നെവർ തോട്ട് ഐ വുഡ് ഗെറ്റ് ഇൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് എന്ത് കരിയറാണ് ഞാൻ ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ആസ് യൂഷ്വൽ എല്ലാ സ്റ്റുഡൻസിനുള്ള പോലെ എനിക്കുണ്ടായിരുന്നു. സോ ഇവിടെ വന്ന് ഡിപ്ലോമ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതും ഓക്കെ ദിസ് ഇസ് ദ കരിയർ ഐ വോണ്ട് എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നതൊക്കെ. സോ അതിനുശേഷം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഐ ഗോട്ട് എ ജോബ്, ഐ ഗോട്ട് എ റിയലി ഗുഡ് ജോബ്, ഐ ഗോട്ട് എ റിയലി ഗുഡ് ഓപ്പർച്യൂണിറ്റി. I could really like actually work with the government, which is like something I never saw it coming. So അവിടുന്ന് ഞാൻ പഠിക്കുന്ന ടൈമിലാണെങ്കിൽ എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമായിരുന്നു, ലൈക്ക് ആസ് എ ഫ്രീലാൻസർ. പഠിച്ചു കഴിഞ്ഞിട്ട് ജോബ് ആണെങ്കിലും ഐ ഗോട്ട് എ റിയലി ഗുഡ് വൺ. സോ അങ്ങനെ ഫ്രം Techoriz, to be honest, it was just climbing up for me. Alhamdulillah, touch wood. But then yeah, it was like a turning point. Avidunnu everything happened good. Career wise anengilum I could build a lot of things. I'm building something very exciting now. Very excited about that. So ellathinum oru turning point, oru enda oru foundation or base kittiyadu was from Techoriz. So I think I would name it The Turning Point. ടെക്കോറിസ് ഇനി റെക്കമെൻഡ് ചെയ്യോ ബാക്കിയുള്ളവർക്ക്? ആബ്സല്യൂട്ട്ലി 100%. ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു നോ, ഓൾമോസ്റ്റ് ഒരു 3 people ഐ റെക്കമെൻഡഡ്. അതിൽ 2 people ഐ തിങ്ക് പാസ്ഡ് ഔട്ട് ആയി, ഇപ്പോൾ പ്ലേസ് ആയിട്ടുണ്ട്. 3rd person ക്യാമറേൻ്റെ പിന്നിൽ ഇരിക്കുന്നുണ്ട് ഗൈസ്. 3rd person ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും ഐ സ്റ്റിൽ ഡു. ആരെങ്കിലും എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ അറൗണ്ട് കാലിക്കട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ഇസ് ഓൾവേസ് Techoriz because I know it will never go wrong. ആ ഒരു ചോയ്സിൽ ഐ എം ലൈക്ക് വെരി കോൺഫിഡൻറ്റ്. So yes, 200% recommend Techoriz. Come to Techoriz, guys. Contact for more. Like, share, comment. അതെ.